ഈ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വിശദമായ പഠനം പ്രത്യേക രേഖ തയ്യാറാക്കിയതിനു ശേഷം അധിക സഹായത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതാണ്. കേരളത്തിൽ 52 സർക്കാർ ആർട്സ് സയൻസ് കോളേജുകളാണുള്ളത്. ഈ മുഴുവൻ കോളേജുകൾക്കും സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ 2 വർഷം കൊണ്ട് സൃഷ്ടിക്കും. ഇതിനായി പ്രത്യേക നിക്ഷേപ പദ്ധതിയിൽ നിന്ന് 500 കോടി രൂപ അനുവദിക്കുന്നു. ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനെയും എറണാകുളം മഹാരാജാസ് കോളേജിനെയും തൃശൂർ കേരള കോളേജിനെയും പാലക്കാട് വിക്ടോറിയ കോളേജിനെയും തലശ്ശേരി വെണ്ണം കോളേജിനെയും ഡിജിറ്റൽ കോളേജുകളായി മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റുന്നതാണ്. ഇതിനുവേണ്ടി പ്രത്യേക നിക്ഷേപ നിധിയിൽ നിന്ന് 150 കോടി രൂപ അനുവദിക്കുന്നു. ഈ 2 ഇനങ്ങളിലായി നടപ്പ് വർഷം 50 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡേഷൻ പ്രോഗ്രാമിന് വേണ്ടി വകയിരുത്തിയിട്ടുള്ള 25 കോടി രൂപയിൽ 10 കോടി രൂപ 2012 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ആൻഡ് കൾച്ചർ എന്ന സ്ഥാപനത്തിന് വേണ്ടിയും 10 കോടി രൂപ ആർക്കേഴ്സിനും 5 കോടി രൂപ മ്യൂസിയങ്ങൾക്കും വേണ്ടി അധികമായിട്ട് മാറ്റിവെക്കുകയാണ്. ഇന്നത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ പുതിയ കോളേജുകളോ കോഴ്സുകളോ അനുവദിക്കാനാവില്ല. എന്നാൽ പ്ലാന്റേഷൻ മേഖലയിലെ സർക്കാർ കോളേജുകളായ കൽപ്പറ്റ, മൂന്നാർ, കട്ടപ്പന എന്നിവിടെ കിടക്കുന്ന സർക്കാർ കോളേജുകളിൽ 2 വീതം ബിരുദാനന്തര കോഴ്സുകൾ അനുവദിക്കുന്നതാണ്. വിദ്യാഭ്യാസ വായ്പ ഇതിന് കടക്കണി പോലെ ആയിട്ടുണ്ട്. യഥാർത്ഥ പ്രശ്നം വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. തൊഴിൽ ലഭിക്കുന്നവരെ തിരിച്ചടവിന് മൊറട്ടോറിയം നൽകാൻ ബാങ്കുകൾ തയ്യാറാണ്. അനൗപചാരിക മേഖലയിൽ ജോലിയെടുക്കുന്നവർക്ക് അവരുടെ ശമ്പളത്തിന്റെ 1/4 തിരിച്ചടവായിട്ട് എടുക്കാൻ പാടില്ല. ഇത്തരം ഒരു നിലപാട് ബാങ്കുകൾ സ്വീകരിച്ചാൽ ഇന്നത്തെ പ്രതിസന്ധി കഴിവുണ്ടാവും. ഇതിനു മുമ്പ് കുടിശ്ശികയായ വായ്പത്തുക മാത്രം തിരിച്ചടച്ചാൽ ബാധ്യത അവസാനിപ്പിക്കാൻ ബാങ്കുകൾ തയ്യാറാണെങ്കിൽ കുടിശ്ശികയായ വായ്പ തിരിച്ചടക്കുന്നതിന് സർക്കാർ സഹായിക്കുന്നതാണ്. ഇതിലേക്ക് 100 കോടി രൂപ ഇപ്പോൾ വകയിരുത്തുന്നു. സാങ്കേതിക വിദ്യാഭ്യാസത്തിന് 235 കോടി രൂപ ഈ വർഷം വകയിരുത്തിയിട്ടുണ്ട്. കുസാറ്റിന് 21 കോടി രൂപയും APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിക്ക് 30 കോടി രൂപയും വകയിരുത്തുന്നു. എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെ പ്രത്യേക സ്കീം പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം, തൃശൂർ, കണ്ണൂർ, കോട്ടയം എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അനുവദിച്ചിരിക്കുന്ന 17 കോടി രൂപ 10 കോടി രൂപ വിനിയോഗിച്ച് അസാപ്പിന്റെ കീഴിൽ പരിശീലനം നൽകുന്ന യുവാക്കൾക്ക് അപ്രന്റീസ്ഷിപ്പ് കാലത്ത് പോളിടെക്നിക് വിദ്യാർത്ഥികൾ ലഭിക്കുന്ന പോലെ സ്കീം ആവിഷ്കരിക്കുന്നതാണ്. പുനർജന്യ സ്കീമിന് 7.3 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. പോളിടെക്നിക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് 50 കോടി രൂപ പ്രത്യേക നിക്ഷേപ പദ്ധതിയിൽ നിന്ന് വകയിരുത്തുന്നു. നടപ്പ് വർഷം 20 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. 10 IITകൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി 50 കോടി രൂപ പ്രത്യേക നിക്ഷേപ പദ്ധതിയിൽ നിന്ന് വകയിരുത്തുന്നു. പൊതുവാരോഗ്യം, പൊതുവിദ്യാഭ്യാസം പോലെ തന്നെ കേരളീയർക്ക് ഓസിത്തെ കിട്ടിയിട്ടുള്ള ഒന്നാണ് പൊതുവാരോഗ്യം. പൊതുവാരോഗ്യ മേഖല ഊന്നിക്കൊണ്ട് വിവിധ ഇൻഷുറൻസ് പരിപാടികളും ധനസഹായ പരിപാടികളും എങ്ങനെ സംയോജിപ്പിച്ചുകൊണ്ട് സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കാൻ പോകുന്നു എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് എല്ലാ രോഗങ്ങൾക്കും സൗജന്യ ചികിത്സ പൊതു ആരോഗ്യ സംവിധാനത്തിലൂടെ ലഭ്യമാക്കും. ഇത്തരമൊരു ചികിത്സാ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കണമെങ്കിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തി രോഗാതുരത കുറയ്ക്കണം. അല്ലെങ്കിൽ ഇൻഷുറൻസ് ബാധ്യത വളരെ വലുതായിത്തീരും. നമ്മുടെ പ്രാഥമിക ആരോഗ്യ ശൃംഖലയെ ഉപയോഗപ്പെടുത്തി മുഴുവൻ പൗരന്മാരുടെയും ആരോഗ്യനില തുടർച്ചയായി പരിശോധിക്കുന്നതിനും അതനുസരിച്ചുള്ള രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും പരിപാടി രൂപപ്പെടുത്തും. അതുപോലെ തന്നെ ചികിത്സിച്ചിട്ടും മാറാത്ത രോഗങ്ങൾക്ക് പ്രായാധിക്യം കൊണ്ട് കിടപ്പിലായവർക്കും സാന്ത്വന പരിചരണവും വേണം. അങ്ങനെ കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനം രോഗപ്രതിരോധം, ചികിത്സ, സാന്ത്വന പരിചരണം ഇങ്ങനെ തുടർച്ചയായി മാറ്റും. നമ്മുടെ ആശുപത്രി സൗകര്യങ്ങൾ നവീകരിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് കൂടുതൽ ഡോക്ടർമാരെയും നേഴ്സുമാരെയും നിയോഗിക്കുകയും വേണം. ഈ വർഷം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രി എന്നിവയുടെ നവീകരണം ഏറ്റെടുക്കുകയാണ്. ഓരോ ആശുപത്രിയും പ്രത്യേകം പരിശോധിച്ച് അവിടെ വേണ്ടുന്ന പുതിയ കെട്ടിട സൗകര്യങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ്, മേജർ ആശുപത്രി ഉപകരണങ്ങൾ എന്നിവ സംബന്ധിച്ച് പ്ലാൻ ഉണ്ടാക്കണം. ഇവ നടപ്പാക്കുന്ന കമ്പനി തന്നെ അവയുടെ മെയിൻ്റനൻസിന് ചുമതലയും ഏൽക്കണം. സർ, ഇതിനായി നമ്മുടെ താലൂക്ക് ആശുപത്രി വരെയുള്ള സംവിധാനങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് മാന്യവിരുദ്ധ പാക്കേജിൽ നിന്ന് 1000 കോടി രൂപ അനുവദിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ MLA-മാരും ഓരോ ആശുപത്രിയുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുന്ന തുക മാറ്റിവെക്കുകയാണ്. ഇതെല്ലാം ഇതിൽപ്പെടും. ഇതിന്റെ ഭാഗമായി ആവശ്യമുള്ള ജനറൽ ആശുപത്രികളിൽ കാത്ത് ലാബുകളും താലൂക്ക് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റുകളും ആരംഭിക്കും.
മലബാർ ക്യാൻസർ സെന്റർ, കൊച്ചി ക്യാൻസർ സെന്റർ, തിരുവനന്തപുരം മാനസികാരോഗ്യ ആശുപത്രി തുടങ്ങിയിടങ്ങളിലെ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് ഈ കോപ്പസ് ഉപയോഗപ്പെടുത്താം. കോഴിക്കോട് മാനസികാരോഗ്യ ആശുപത്രിയിലെ പ്രത്യേക വിപുലീകരണ പദ്ധതിയിലേക്ക് ഇതിൽ നിന്ന് 100 കോടി രൂപ ലഭ്യമാകും. ഏതാനും വർഷത്തിനുള്ളിൽ നമ്മുടെ പൊതു ആരോഗ്യ സൗകര്യങ്ങൾ സ്വകാര്യ മേഖലയേക്കാൾ മെച്ചപ്പെടുത്തുക തന്നെ ചെയ്യും. ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസിന് സമാനമായ ഒന്നായി നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനത്തെ മാറ്റും. പല ആശുപത്രികളും താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാനദണ്ഡമനുസരിച്ചുള്ള തസ്തികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ആവശ്യമായ തസ്തികൾ ഈ വർഷം അനുവദിക്കും. തലശ്ശേരി വിമൻ ചൈൽഡ് ആശുപത്രി ആരംഭിക്കുന്നതിന് മാന്യവിരുദ്ധ പാക്കേജിൽ നിന്ന് 50 കോടി രൂപ നീക്കിവെക്കുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് 521 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഇതിൽ ഗണ്യമായൊരു പങ്ക് ആശുപത്രി സൗകര്യ വിപുലീകരണത്തിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ വൻ നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ ഗണ്യമായൊരു തുക മിച്ചമുണ്ടാകും എന്ന് ആണ് കരുതുന്നത്. ഇത് രോഗപ്രതിരോധത്തിനും സാന്ത്വന ചികിത്സയുടെയും സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കേണ്ടത്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് 394 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ 222 കോടി രൂപ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കുള്ളതാണ്. 221 കോടി രൂപ നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾക്ക് വകയിരുത്തിയിരിക്കുന്നതാണ്. 6 മെഡിക്കൽ കോളേജുകൾക്ക് മൂലധന ചെലവിന് ഇപ്പോൾ പണം വകയിരുത്തിയിട്ടില്ല എന്ന് പറയേണ്ടതുണ്ട്. പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജും വേണ്ടെന്ന് വെക്കുന്നില്ല. പക്ഷേ അധ്യാപകരുടെ ലഭ്യതയും സാമ്പത്തിക നിലയും പരിഗണിച്ച് ഘട്ടം ഘട്ടമായി അവയുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ എയിംസ് നിലവാരത്തിലേക്ക് ഉയർത്തുന്നതാണ്. അനാവശ്യമായ നിർമ്മാണത്തിന് ഉപകരണങ്ങൾക്കുള്ള ചെലവ് മാന്യവിരുദ്ധ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഹിതത്തിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. റീജിയണൽ ക്യാൻസർ സെന്ററിന് 59 കോടി രൂപയും മലബാർ ക്യാൻസർ സെന്ററിന് 29 കോടി രൂപയും ഉണ്ട്. ആയുർവേദ വകുപ്പിനും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുമായി 68 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഹോമിയോ വകുപ്പിനും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും 29 കോടി രൂപ വകയിരുത്തുന്നു. ആയുർവേദ തെളിവധിഷ്ഠിത ശാസ്ത്രീയമായി വികസിപ്പിക്കുന്നതിനും മരുന്നുകൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിനും ആധുനിക ബയോടെക്നോളജിയുമായി ആയുർവേദത്തെ ബന്ധപ്പെടുത്തുന്ന ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടും അന്തർദേശീയ നിലവാരമുള്ള ലബോറട്ടറിയും പഠന കേന്ദ്രവും സ്ഥാപിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് അടിയന്തരമായിട്ട് ഒരു പ്രൊജക്ട് തയ്യാറാക്കുന്നതിന് 50 ലക്ഷം രൂപ അനുവദിക്കുന്നു. പ്രൊജക്ട് തയ്യാറായി കഴിഞ്ഞാൽ മാന്യവിരുദ്ധ പാക്കേജിൽ നിന്ന് അതിനാവശ്യമായ പണം എത്രയാണോ അവ ലഭ്യമാക്കുകയും ചെയ്യും. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള സ്ഥാപനങ്ങൾക്കുള്ള ധനസഹായം 15 കോടിയിൽ നിന്ന് 25 കോടി രൂപയായി ഉയർത്തുന്നു. കുടിവെള്ളവും ജലവിഭവവും 5 വർഷത്തിനുള്ളിൽ വെള്ളക്കരം വർദ്ധിപ്പിക്കാതെ വാട്ടർ അതോറിറ്റി ലാഭവും നഷ്ടവും ഇല്ലാത്ത സ്ഥാപനമായി മാറ്റുക എന്നുള്ളതാണ് വെല്ലുവിളി. എന്നാൽ പ്രതിമാസം 25-30 കോടി രൂപയാണ് നഷ്ടം. എങ്ങനെ ഇത് സാധിക്കും? വാട്ടർ അതോറിറ്റിയുടെ 234 കോടി ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെന്ന വെപ്പ്. എന്നാൽ മീറ്റർ ചെയ്യുന്ന വെള്ളം 229 കോടി ലിറ്ററാണ്. ഈ വിടവ് നികത്താൻ കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ നഷ്ടം ഇല്ലാതാവും. അതിനെന്താ വേണ്ടത്? അതിന് വേണ്ടിയിട്ട് ജലച്ചോർച്ച തടയുന്നതിന് പഴക്കം ചെന്ന എല്ലാ പൈപ്പുകളും പമ്പുകളും മാറ്റി സ്ഥാപിക്കണം. 2, ഒട്ടനവധി പദ്ധതികളിൽ ചെറിയ തുക ചെലവഴിച്ചാൽ പൂർത്തീകരിക്കാനാവും. അവ ചെലവാക്കി നിർമ്മിക്കപ്പെട്ട ശേഷി പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ പറ്റണം. 3, നഗരമേഖലയിലെ പദ്ധതികൾക്ക് താരതമ്യേന പെർ ക്യാപിറ്റൽ ചെലവ് കുറവാണ്. ആ പദ്ധതികൾ മുൻഗണന നൽകി പൂർത്തീകരിക്കണം. അവസാനമായി തങ്ങൾക്ക് പണിയെടുക്കുന്ന ഈ സ്ഥാപനത്തെ കരകയറ്റുന്നതിനുള്ള അസുലഭമായ സന്ദർഭമാണ്. കൈവന്നിരിക്കുന്നത് മനസ്സിലാക്കി കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകുന്ന ജീവനക്കാർ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കണം. സർ, ഇതിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി സർക്കാരിന് നൽകാനുള്ള 1004 കോടി രൂപയുടെ പലിശയും പിഴപ്പലിശയും എഴുതിത്തള്ളുന്നു. 713 കോടി രൂപയുടെ വായ്പ സർക്കാർ വായ്പകൾ ബോർഡിന്റെ ഓഹരി മൂലധനമാക്കി മാറ്റും. അപ്പോൾ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്, ക്ലീൻ ബാലൻസ് ഷീറ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടികൾ ഏറ്റെടുക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഏറ്റെടുക്കുന്ന പദ്ധതികൾ? താഴെ പറയുന്ന 10 മുനിസിപ്പാലിറ്റികൾക്കും സമീപ പഞ്ചായത്തുകൾക്കും വേണ്ടിയുള്ള സമഗ്ര പരിപാടികൾ പുതുതായിട്ട് ഏറ്റെടുക്കുകയാണ്. ഷൊർണൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കൊല്ലം, കാസർഗോഡ്, പൊന്നാനി, കൊയിലാണ്ടി, തൊടുപുഴ, കോട്ടയം, തൃശൂർ, മട്ടന്നൂർ. ഇതിനായി പ്രത്യേക നിക്ഷേപത്തിൽ നിന്ന് 735 കോടി രൂപ നീക്കിവെക്കുന്നു. ഇതിനു പുറമെ കൊച്ചി സ്മാർട്ട് സിറ്റിക്ക് 24x7 പദ്ധതിക്കായി 500 കോടി രൂപയും മാറ്റിവെക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ ഇല്ലാത്തതുകൊണ്ട് മുടങ്ങിക്കിടക്കുന്ന താഴെ പറയുന്ന 9 പദ്ധതികൾ ഏറ്റെടുക്കുന്നു.
ഇവയ്ക്കായി പ്രത്യേക നിക്ഷേപ പദ്ധതിയിൽ നിന്ന് 162 കോടി രൂപ നീക്കിവെക്കുന്നു. കൊഴിഞ്ഞാമ്പാറ, ധർമ്മടം, കോട്ടയം ഗ്രാമപഞ്ചായത്ത്, കണ്ണൂരിലേത് മാനന്തവാടിയും സമീപ പഞ്ചായത്തുകളും, തിരുവാലി, നെന്മാറ, കടമക്കുടി, വരാപ്പുഴ, പെരുന്നാട് 77 സ്കീമുകളിലായി 128 കിലോമീറ്റർ AC പ്രോമോ പൈപ്പ് പമ്പിംഗ് മെയിനുകൾ മാറ്റി സ്ഥാപിക്കുന്ന 154 കോടി രൂപ പ്രത്യേക നിക്ഷേപ പദ്ധതിയിൽ നിന്ന് മാറ്റിവെക്കുന്നു. 174 സ്കീമുകളിലായി 488 കിലോമീറ്റർ AC പ്രോമോ ട്രാൻസ്മിഷൻ മെയിനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി 371 കോടി രൂപ നീക്കിവെക്കുന്നു. 16 സ്കീമുകളിലെ പഴഞ്ചനും കാര്യക്ഷമത നഷ്ടപ്പെട്ടതുമായ 81 HD പമ്പ് സെറ്റുകളും 11 സബ്സ്റ്റേഷനുകളും മാറ്റി സ്ഥാപിക്കുന്നതിന് 75 കോടി രൂപയും, 170 സ്കീമുകളിലായി 350 LP പമ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായി 65 കോടി രൂപയും പ്രത്യേക നിക്ഷേപ പദ്ധതിയിൽ നീക്കിവെക്കുന്നു. വൈദ്യുതി ചെലവ് ഒരു മാസം 4-5 കോടി രൂപയുടെ കുറക്കാൻ കഴിയും. വൈദ്യുതി ലാഭം. മേൽപ്പറഞ്ഞ പദ്ധതികൾക്കായി മൊത്തത്തിൽ വാട്ടർ അതോറിറ്റിക്ക് 2064 കോടി രൂപയാണ് ഈ വർഷം നീക്കിവെക്കുന്നത്. ഈ തോതിൽ അടുത്ത വർഷങ്ങളിലുള്ള ചെലവാകുമ്പോൾ 5-ാം വർഷം ഒരു പൈസ പോലും വാട്ടർ ചാർജ് വർദ്ധിപ്പിക്കാതെ ലാഭകരമായ സ്ഥാപനമായിട്ട് ഇത് മാറും. ഈ വർഷം 500 കോടി ചെലവാകുമെന്നാണ് കരുതുന്നത്. ഇതിനു പുറമെ വാട്ടർ അതോറിറ്റിക്ക് നിലവിലുള്ള ബഡ്ജറ്റിൽ 996 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം 314 കോടി രൂപ ജലനിധി 2ാം ഘട്ടത്തിനാണ്. ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 100 കോടി രൂപയുണ്ട്. ജൈക്ക പദ്ധതിക്ക് 150 കോടി രൂപ പ്രത്യേകമായിട്ടുണ്ട്. നിലവിലുള്ള പഴയ ജലവിതരണ പദ്ധതിയിൽ പുനരുദ്ധരിക്കുന്നതിന് 105 കോടിയുമുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പുനരുദ്ധാരണ പദ്ധതി വിജയിക്കണമെങ്കിൽ ഇനിമേൽ പണമല്ല പ്രശ്നം, അംഗീകരിക്കപ്പെട്ട പദ്ധതികൾ സമയബന്ധിതമായും കാര്യക്ഷമതമായും തീരുമോ എന്നുള്ളതാണ്. സംഭരിക്കപ്പെട്ട കുടിവെള്ളം കൃത്യമായി ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിന് വിതരണ ശൃംഖലയും പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിനുള്ള പ്രതിബദ്ധത വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കലയും സംസ്കാരവും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേരള നവോത്ഥാന സാംസ്കാരിക സമുച്ചയങ്ങൾ പണിയുന്നതാണ്. നാടകശാല, സിനിമാ തിയേറ്ററുകൾ, സംഗീതശാല, ഗാലറി, പുസ്തകക്കടകൾ, ചർച്ചകൾക്കും മറ്റുള്ള സെമിനാർ ഹാളുകൾ, ശില്പികൾക്കും കരകൗശല വിദ്യക്കാർക്കുമുള്ള പണിശാലകൾ, നാടക റിഹേഴ്സൽ സൗകര്യം, കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഹ്രസ്വകാലത്തേക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇവയെല്ലാം അടങ്ങുന്നതായിരിക്കും ഈ സാംസ്കാരിക സമുച്ചയങ്ങൾ. സ്ഥല സൗകര്യത്തിനനുസരിച്ച് ഈ കേന്ദ്രങ്ങൾ ഓരോന്നായി രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. ശരാശരി 40 കോടി രൂപ ഓരോ കേന്ദ്രത്തിനും ചെലവ് വരും. നടപ്പ് വർഷം പ്രതീക്ഷിക്കുന്ന 100 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്ന 100 കോടി രൂപയാണ്. പ്രത്യേക നിക്ഷേപ പദ്ധതിയിൽ നിന്നാണ് പണം കണ്ടെത്തുക. നവോത്ഥാന നായകരുടെ നാമധേയത്തിലായിരിക്കും ഓരോ സാംസ്കാരിക സമുച്ചയവും അറിയപ്പെടുക. തിരുവനന്തപുരം മഹാത്മാ അയ്യങ്കാളി, കൊല്ലം ശ്രീനാരായണ ഗുരു, പത്തനംതിട്ട പി കൃഷ്ണപിള്ള, ആലപ്പുഴ പി കൃഷ്ണപിള്ള, പത്തനംതിട്ട ചട്ടമ്പസ്വാമി, ഇടുക്കി അക്കാമച്ചെറിയൻ, കോട്ടയം ലളിതാംബിക അന്തർജനം, എറണാകുളം സഹോദരൻ അയ്യപ്പൻ, തൃശൂർ വള്ളത്തോൾ നാരായണ മേനോൻ, പാലക്കാട് VT ഭട്ടതിരിപ്പാട്, മലപ്പുറം അബ്ദുൾ റഹ്മാൻ സാഹിബ്, കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ, കണ്ണൂർ വാഗ്ബടാനന്ദ്, വയനാട് എടച്ചേന കുങ്കൻ, കാസർഗോഡ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി, ലളിത അക്കാദമി, ഫോക്ലോർ അക്കാദമി എന്നിവയ്ക്ക് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള 18 കോടി രൂപയാണ്. ഓരോ സ്ഥാപനത്തിനുള്ള അടങ്കൽ 50% വർദ്ധിപ്പിച്ച് 27 കോടി രൂപയായി ഉയർത്തുന്നു. സാഹിത്യ അക്കാദമിക്ക് മലയാളം ഡിജിറ്റൽ റിസോഴ്സ് സെന്ററും സംസ്ഥാന ഡിജിറ്റലൈസേഷൻ ഹബ്ബും സ്ഥാപിക്കുന്ന 2 കോടി രൂപ വകയിരുത്തുന്നു. തിരുവനന്തപുരം ഫിലിം ഫെസ്റ്റിവലിന് സ്ഥിരം വേദി വേണമെന്ന് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു എത്രയോ നാളത്തെ ആവശ്യമാണ്. ഇതിനായി പ്രത്യേക നിക്ഷേപത്തിന് 50 കോടി രൂപ വകയിരുത്തുകയാണ്. കലാകാരന്മാർക്കുള്ള പെൻഷൻ പ്രതിമാസം 1500 രൂപ ഉയർത്തുന്നു. പടയണി, തെയ്യം, മേളപ്രമാണിമാർ തുടങ്ങിയ കലാകാരന്മാർക്കും പെൻഷൻ അനുവദിക്കുന്നതാണ്. താഴെ പറയുന്ന സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ധനസഹായം അനുവദിക്കുന്നു. 50 ലക്ഷം വീതം. വൈക്കം സത്യാഗ്രഹത്തിലുള്ള ചരിത്ര മ്യൂസിയം, MD രാമനാഥൻ സ്മാരകം, കലാഭവൻ മണി സ്മാരകം, പുനഃപ്രവേല സ്മാരകം, കായൂർ സ്മാരകം, പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ചെറായി 25 ലക്ഷം, സഹോദരൻ മെമ്മോറിയൽ ചെറായി, ഭാരതമുരളി ഡ്രാമ അക്കാദമി, ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ, കോസ്റ്റൽ ഫോക്ക് അക്കാദമി പള്ളിത്തോട്, മാടായിക്കാവിലെ ക്ഷേത്രകലാ അക്കാദമി, ചെമ്പഴന്തി ഗുരുകുലം, വയനാട് ഗോത്രഭാഷാ കലാപഠന കേന്ദ്രം, പൂരക്കളി അക്കാദമി,
ഇനി 25 ലക്ഷം വീതം പൂരക്കടി അക്കാദമി പയ്യന്നൂർ, ഫോക്ലോർ വില്ലേജ് കൊടക്കാട്, കിളിമാനൂർ ചിത്രകലാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇരയമ്പൻ തമ്പി മെമ്മോറിയൽ തണ്ണിമുക്കം, മൂലൂർ മെമ്മോറിയൽ എലവന്തിട്ട, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മെമ്മോറിയൽ കേരളശ്ശേരി, ASN നമ്പീശൻ കലാകേന്ദ്രം, ഗാന്ധി മ്യൂസിയം ലൈബ്രറി തൈക്കാട്, AR നരേന്ദ്രപ്രസാദ് മെമ്മോറിയൽ മാവേലിക്കര, വയലവാസ്തുവിള്ള സ്മാരകം ചടയമംഗലം, മലയങ്കീഴ് മാധവകവി കേന്ദ്രം, കുഞ്ഞുണ്ണി മാഷ് സ്മാരകം, കുമാരനാശൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ, സെന്റർ ഫോർ സോഷ്യോ എക്കണോമിക് എൻവയോൺമെന്റ് സ്റ്റഡീസ്, ചെമ്പകശ്ശേരി വിശ്വം മെമ്മോറിയൽ, കരിന്തണ്ടൻ സ്മാരകം വയനാട്, അയ്യപ്പപ്പണിക്ക് സൗത്ത് ഇന്ത്യൻ പോയട്രി ഫെസ്റ്റിവൽ, രാവുണ്ണി ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട് ഞാൻ കൂട്ടിച്ചത്, TK ദിവാകരൻ മെമ്മോറിയൽ ലൈബ്രറിക്ക് 25 ലക്ഷം, രാവുണ്ണി മെമ്മോറിയൽ 20 ലക്ഷം, പബ്ലിഷിംഗ് നെക്സ്റ്റ് കോൺഫറൻസ് കൊച്ചി 10 ലക്ഷം, അജു ഫൗണ്ടേഷൻ, പത്മശ്രീ രാഘവൻ മാസ്റ്റർ പ്രതിമ, PN പണിക്കർ ഫൗണ്ടേഷൻ, ഓയൂർ കൊച്ചുമുള്ള എന്നിവയ്ക്ക് 10 ലക്ഷം രൂപ വീതവും ഓയൂർ കൊച്ചുപിള്ള ആശാൻ കലാകേന്ദ്രത്തിന് 5 ലക്ഷം രൂപയും. മേൽപ്പറഞ്ഞവയ്ക്ക് പുറമെ താഴെ പറയുന്ന സ്ഥാപനങ്ങൾക്ക് ആവർത്തന ഗ്രാന്റ് പ്രഖ്യാപിക്കുന്നു. വക്കം മൗലി ഫൗണ്ടേഷനും ദേശാഭിമാനി മാധ്യമ പഠന കേന്ദ്രത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ വാർഷിക ഗ്രാന്റ് 15 ലക്ഷത്തിന് 25 ലക്ഷമാക്കുന്നു. ND വാസുദേവൻ നായരുടെ നേതൃത്വത്തിൽ തിരൂരിൽ പ്രവർത്തിക്കുന്ന തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന് വാർഷിക ഗ്രാന്റ് 30 ലക്ഷം രൂപയാക്കുന്നു. C. അച്യുതമേനോൻ സ്റ്റഡീസ് സെന്റർ ലൈബ്രറി പൂജപ്പുരയ്ക്ക് 10 ലക്ഷം രൂപ വാർഷിക ഗ്രാന്റ്. കുട്ടികളുടെ കലാസാംസ്കാരിക വികസനത്തിന് വേണ്ടി 46 വർഷമായി വെഞ്ഞാറമൂട് പ്രവർത്തിക്കുന്ന രംഗപ്രഭ ചിൽഡ്രൻസ് തിയേറ്ററിന് ആവർത്തന ഗ്രാന്റ് 10 ലക്ഷം രൂപ. ഉള്ളൂർ മഹാകവി മെമ്മോറിയൽ ലൈബ്രറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആവർത്തന ഗ്രാന്റ് 5 ലക്ഷം രൂപ. ഉണ്ണായി വാര്യർ കലാനിലയത്തിന്റെ ആവർത്തന ഗ്രാന്റ് 25 ലക്ഷത്തിന് 50 ലക്ഷമായി ഉയർത്തുന്നു. തൃപ്പൂണിത്തറ കഥകളി കേന്ദ്രത്തിന്റെ വാർഷിക ഗ്രാന്റ് 50,000 രൂപയായി ഉയർത്തുന്നു. തിരുവനന്തപുരം അഭയയ്ക്ക് വാർഷിക ഗ്രാന്റായി 15 ലക്ഷം രൂപ വീതം അനുവദിക്കുന്നു. താഴെ പറയുന്ന സ്മാരകങ്ങളുടെ നിർവഹണത്തിന് ഒറ്റത്തവണ ഗ്രാന്റ് അനുവദിക്കുന്നു. ശിവഗിരിയിൽ ജാതിയില്ല വിളംബര ശാബ്ദി മ്യൂസിയം സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. കൺവെൻഷൻ സെന്റർ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിലേക്ക് 2 കോടി രൂപ കൂടി വകയിരുത്തുന്നു. ഈ വർഷം ലോറി ബേക്കറുടെ ജന്മശതാബ്ദിയാണ്. കേരളത്തിന് അനുയോജ്യമായ വിധവയ കെട്ടിട നിർമ്മാണ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് സുപ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാത്രമല്ല ദർശനവും നിർമ്മാണ ശൈലിയും നിലനിർത്തുന്നതിന് ലോറി ബേക്കർ സെന്ററിന് 2 കോടി രൂപ വകയിരുത്തുന്നു. കെൽട്രോൺ സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമെന്ന KPP നമ്പിയുടെ സ്മാരക മ്യൂസിയം ആരംഭിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. ലൈബ്രറികൾ, സാഹിത്യ സംഘടനകളും വായനശാലകളും ഓരോ പ്രദേശങ്ങളിലും പ്രത്യേകം ഉണ്ടായിരിക്കേണ്ടത് ആണെന്ന് 1910 ശ്രീനാരായണ ഗുരു പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ നാം വളരെ മുന്നോട്ട് പോയി. പക്ഷേ ഈ മതേതര പൊതുവിടങ്ങൾ ഇന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവയെ ഊർജ്ജസ്വലമാക്കേണ്ടതുണ്ട്. ലൈബ്രറിക്കുള്ള ഗ്രാന്റ് 50% ഉയർത്തി 33 കോടി രൂപയാക്കുന്നു. ലൈബ്രറി കൗൺസിൽ നൽകാനുള്ള കുടിശ്ശിക തീർത്തു നൽകുന്നതാണ്. 1300 ഒന്നാം ഗ്രേഡ് ലൈബ്രറികളിലെ സൗജന്യ വൈഫൈ സൗകര്യം ഏർപ്പെടുത്തും. ഒന്നാം ഗ്രേഡ് ലൈബ്രറികൾക്ക് ഇന്റർനെറ്റ് സൗകര്യത്തിലുള്ള കമ്പ്യൂട്ടറും LCD പ്രൊജക്ടറും ലഭ്യമാക്കുന്നതിലേക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. ഈ വൈഫൈ ലഭ്യമാക്കുന്നതിന് IT പ്രത്യേക പ്രൊജക്ട് ഉണ്ട്. സ്പോർട്സ് യുവജനക്ഷേമം, 35ാമത് ദേശീയ ഗെയിംസ് കേരളത്തിലെ കായിക വികസനത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഇതൊരു നിമിത്തമായി കണ്ടുകൊണ്ട് 2009 ബഡ്ജറ്റിൽ 500 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി പ്രഖ്യാപിച്ചത് നല്ല തുടക്കം കുറിച്ചു. ഇതിന്റെ തുടർച്ചയായി സ്പോർട്സ് സൗകര്യ വികസനത്തിന് ഈ വർഷത്തെ ബഡ്ജറ്റിലും തുടർ ബഡ്ജറ്റുകളും പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 14 ജില്ലകളിലും ഓരോ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി 500 കോടി രൂപ പ്രത്യേക നിക്ഷേപ പദ്ധതിയിൽ നിന്ന് വകയിരുത്തുന്നു. തിരുവനന്തപുരത്ത് തോമസ് സെബാസ്റ്റ്യൻ ഇൻഡോർ സ്റ്റേഡിയം, കൊല്ലത്തെ ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം, പത്തനംതിട്ടയിൽ ബ്ലെസൻ ജോർജ് ഇൻഡോർ സ്റ്റേഡിയം, ആലപ്പുഴയിൽ ഉദയകുമാർ ഇൻഡോർ സ്റ്റേഡിയം, കോട്ടയം സൂസൻ മേബിൾ തോമസ് ഇൻഡോർ സ്റ്റേഡിയം, എറണാകുളം ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഇൻഡോർ സ്റ്റേഡിയം, ഇടുക്കി KP തോമസ് ഇൻഡോർ സ്റ്റേഡിയം, തൃശൂർ IM വിജയൻ ഇൻഡോർ സ്റ്റേഡിയം, പാലക്കാട് KK പ്രേമേന്ദ്രൻ ഇൻഡോർ സ്റ്റേഡിയം, മലപ്പുറം P മൊയ്തീൻകുട്ടി ഇൻഡോർ സ്റ്റേഡിയം, കോഴിക്കോട് ഒളിമ്പ്യൻ റഹ്മാൻ ഇൻഡോർ സ്റ്റേഡിയം, വയനാട് CK ഓങ്കാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയം, കണ്ണൂർ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം, കാസർഗോഡ് MRC കൃഷ്ണ ഇൻഡോർ സ്റ്റേഡിയം. JV രാജ കണ്ണൂർ സ്പോർട്സ് സ്കൂൾ, അയ്യങ്കാളി സ്പോർട്സ് സ്കൂൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 30 കോടി രൂപ പ്രത്യേക നിക്ഷേപ നിധിയിൽ നിന്ന് വകയിരുത്തുന്നു. നടപ്പ് വർഷം ഇതിനെല്ലാത്തിനും കൂടി 50 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു.
എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം തയ്യാറാക്കുന്നതിനുള്ള വിശദമായ DPR സ്പോർട്സ് വകുപ്പ് തയ്യാറാക്കി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. ഇത് ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. തുടക്കം എന്ന നിലയിൽ താഴെ പറയുന്ന കേന്ദ്രങ്ങളിൽ മിനി സ്റ്റേഡിയങ്ങൾ സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപ വീതം വകയിരുത്തുന്നു. ഇതിനായുള്ള 135 കോടി രൂപ പ്രത്യേക നിക്ഷേപ പദ്ധതി കണ്ടെത്തുന്നതാണ്. നീലേശ്വരം EMS സ്റ്റേഡിയം, ധർമ്മടം അബു ചാത്തുക്കുട്ടി സ്റ്റേഡിയം, കൂത്തുപറമ്പ് മുനിസിപ്പൽ സ്റ്റേഡിയം, പടിയൂർ, മട്ടന്നൂർ, വയനാട് ജില്ലാ സ്റ്റേഡിയം, പല്ലൂരം, പാറ, തിരുവമ്പാടി, നടുവണ്ണൂർ, എടപ്പാൾ, നിലമ്പൂർ, പാലക്കാട്, ചിറ്റൂർ, തിരുമറ്റിക്കോട്, ചാത്തന്നൂർ, ചാലക്കുടി, ഇളങ്കുന്നപ്പുഴ, പള്ളിപ്പുറം, പ്രീതികുളങ്ങര, അമ്പലപ്പുഴ, ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൻ്റെ 2ാം ഘട്ടം, ഐമനം, നെടുങ്കണ്ടം, കോട്ടങ്കര, ആറ്റിങ്ങൽ, കണ്ണൂർ ജവഹർ സ്റ്റേഡിയം, അടൂർ മുനിസിപ്പൽ സ്റ്റേഡിയം. അവസാനം വരുന്ന 2നും 10 കോടി രൂപ വീതം. പ്രശസ്ത ദേശീയ വോളിബോൾ താരവും കോച്ചുമായിരുന്ന കലവർ ഗോപിനാഥിന്റെ പേരിൽ 2011 ബഡ്ജറ്റിൽ ഒരു വോളിബോൾ അക്കാദമി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതുവരെ നടപ്പായില്ല. ആലപ്പുഴയിൽ ഉദയകുമാറിന്റെ പേരുള്ള ഇൻഡോർ സ്റ്റേഡിയത്തോട് ബന്ധപ്പെടുത്തിയായിരിക്കും ഈ അക്കാദമി പ്രവർത്തിക്കുക. ഇതിന് 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. നിലവിൽ സ്പോർട്സിന് യുവജനക്ഷേമങ്ങൾക്കും 85 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ 31 കോടി രൂപ കേരള സ്പോർട്സ് കൗൺസിലിനും 18 കോടി രൂപ യൂത്ത് വെൽഫെയർ ബോർഡിനും 32 കോടി രൂപ സ്പോർട്സ് ഡയറക്ടറേറ്റുമാണ്. കേരളോത്സവത്തിനോടടങ്കം 4.2 കോടിയിൽ നിന്ന് 8 കോടി രൂപയായി ഉയർത്തുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളും പാലങ്ങളും. സർ, നമ്മുടെ ദേശീയ പാതകൾ മാത്രമല്ല സംസ്ഥാന പാതകളും ജില്ലാ റോഡുകളും വീതി കൂട്ടുകയും BMN-BC സാങ്കേതിക വിദ്യയിൽ നവീകരിക്കുകയും വേണം. ഈ ബഡ്ജറ്റിൽ പ്രത്യേക നിക്ഷേപത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുന്ന പ്രധാന റോഡുകളും പാലങ്ങളും കഴിവതും മെയിൻ്റനൻസ് കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചെറു പാക്കേജുകളായിട്ടോ വേണം നിർദ്ദേശിക്കപ്പെടേണ്ടത്. റോഡുകൾ പാലങ്ങൾക്കുമായി ബഡ്ജറ്റിൽ 1206 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ 1535 കോടി രൂപ മുൻകാലത്ത് ഏറ്റുള്ള പ്രവൃത്തികൾക്കുള്ളിൽ കുടിശ്ശികയായിട്ടുണ്ട്. ഇപ്പോഴുള്ള വകയിരുത്തൽ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് പോലും തികയില്ല. സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ട് പൊതുമരാമത്തിന് പിന്നീട് അധികമായി ധനം അനുവദിക്കുന്നതാണ്. പക്ഷേ പ്രശ്നം സങ്കീർണമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന റോഡുകളുടെയും പാലങ്ങളുടെയും മടങ്ങൾ എത്രയും നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ. 4500 കോടിയെങ്കിലും വരുമെന്നാണ് കരുതുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ അനുവാദം നൽകുന്നതിനുണ്ടായിട്ടുള്ള അയവേറിയ സമീപനമാണ് ഈ ബാധ്യതകൾ ഇങ്ങനെ പെരുകിയത്. ഒരു മറുവശത്ത് റവന്യൂ കമ്മി ക്രമാതീതമായി ഉയർന്നുകൊണ്ട് മൂലധന ചെലവിനുള്ള പണം ഇല്ലാതായി. ധവളപത്രത്തിൽ വിശദീകരിച്ചിട്ട് പോലെ നടപ്പ് വർഷത്തിലും അടുത്ത വർഷവും ഈ സ്ഥിതിവിശേഷം അതീവ ഗുരുതരമാൻ പോവുകയാണ്. അതുകൊണ്ട് ഇരട്ട ഇടപെടൽ തന്ത്രം അനിവാര്യമാണ്. പുതിയ പ്രവൃത്തികൾ അനുവാദം നൽകുമ്പോൾ നിലവിലുള്ള ചട്ടങ്ങൾ കർശനമായി പാലിക്കണം. അതുപോലെ തന്നെ റവന്യൂ ചെലവ് കുറച്ച് കൂടുതൽ പണം പൊതുമരാമത്ത് പണികളുടെയും മറ്റും ബില്ലുകൾ മാറ്റുന്നതിന് വേണ്ടി ലഭ്യമാക്കാൻ ധനവകുപ്പിന് കഴിയണം. ലോകബാങ്ക് പദ്ധതി സഹായത്തോടെ നടപ്പാക്കുന്ന KSTP 2ാം ഘട്ടം ആണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ റോഡ് പദ്ധതി. 523 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സെൻട്രൽ റോഡ് ഫണ്ട് വിഹിതം 84 കോടി രൂപയാണ്. മേജർ ഡിസ്ട്രിക്ട് റോഡ്സുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി 90 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നബാർഡിന്റെ പ്രവൃത്തികൾ 295 കോടി രൂപ വരും. സ്റ്റേറ്റ് റോഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടിന് 82 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബഡ്ജറ്റിൽ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതോ നബാർഡ് പോലുള്ള ഏജൻസികൾ സമർപ്പിച്ചിട്ടുള്ളതോ ആയ പ്രവൃത്തികളിൽ ഇപ്പോൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവയെല്ലാം ആവർത്തിക്കുന്നില്ല. അതേസമയം മാന്യവിരുദ്ധ പാക്കേജിൽ 5000 കോടി രൂപയുടെ റോഡ്, പാലം, കെട്ടിടങ്ങൾ അനുവദിക്കുകയാണ്. നടപ്പ് വർഷം ഇവയിൽ നിന്ന് 500 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. താഴെ പറയുന്നവയാണ് 1475 കോടി വരുന്ന 68 പാലങ്ങൾ. പുലിക്കടവ്, നെയ്യാറ്റിങ്കര കുന്നമ്പുറം, പെരുമ്പളം പാണാവള്ളി, പറയങ്കടവ്, അക്കരപ്പാടം, ഇരട്ടക്കുളം വാണിയംപാറ, അരങ്ങാട്ടുകടവ്, പഴമ്പാലക്കോട് കോടത്തൂർ പാലം, അകലാപ്പുഴ, തോരായിക്കടവ്, ചാലക്കുഴിപ്പുഴയ്ക്കുറുകെ ഇടത്തറക്കടവ്, തൃപ്രയാർ, കരിപ്പയാർ, തിരുനാവായ, തേരണ്ടി പാലം, പട്ടോളി, പാറക്കടവ്, പുലിക്കാട്, കൊന്നയിൽക്കടവ്, ചൂളക്കടവ്, മുലക്കീൽക്കടവ്, കുമ്പളങ്ങി കെൽട്രോൺ ഫെറിപ്പാലം, പെരുമൺ മൺറോത്തുരുത്ത്, മൂരാട്, ഓടങ്കല്ല്, മായന്നൂർ, ചുള്ളിമാട്, കൂട്ടുംവാതിക്കൽ കടവ്, കൂളിമാട് കടവ്, പുളിങ്ങോം ചാൽ കിൽക്കട്ടയും
ക്ലായിക്കോട് രാമഞ്ചിറ, കാവിമുനമ്പ്, വടശ്ശേരിക്കര, അടൂർ ടൗൺ പാലം, റാന്നി വലിയ പാലം, കുളത്തൂപ്പുഴ ശ്രീശാസ്ത അമ്പലക്കടവ്, മാട്ടുപ്പുറം ചേന്ദമംഗലം പാലം, കുടിവീട്ടിക്കടവ് പാലം, കുണ്ടുചിറ പാലം, പുലങ്ങോളിക്കടവ്, നായരമ്പലം ഹെൽബർട്ട് പാലം, കല്ലാച്ചേരിക്കടവ്, തിരുത്തിമുക്ക്, പൂക്കൈതക്കടവ്, പള്ളാത്തുരുത്തി ഔട്ട് പോസ്റ്റിനെയും കൈനഗിരിയും ബന്ധിപ്പിക്കുന്ന പാലം, തോട്ടപ്പള്ളി നാലുചിറപ്പാലം, പുല്ലാട്ടുപാലം, ബാവുലിപ്പാഴക്ക് കുറുകെ ഓടന്തോട് പാലം, കുമ്പളം തേവരപ്പാലം, ഗോതുരുത്ത് കരൂർ പാലം, നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം, കാവാലം തട്ടശ്ശേരി പാലം, പടഹാരം പാലം, ശവക്കോട്ടത്തിന് സമാന്തര പാലം, പുന്നമട നെഹ്റു ട്രോഫി, ആലപ്പുഴ ജില്ലാ കോടതിക്ക് സമാന്തര പാലം, പട്ടക്കടവ് എൻകെപ്പടി പാലം, കോഴഞ്ചേരി പുതിയ പാലം, എഴുത്തും ചിറപ്പാലം, ഓടന്നൂർ പാലം, ഫാത്തിമ അരുളൻ തുരുത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം, ഒളമ്പക്കടവ് പാലം, മലമ്പുഴ റിംഗ് റോഡിലെ പാലങ്ങൾ, ചേക്കുപാലം, ചേരിക്കൽ കോട്ടം പാലം, പുഴക്കര പാലം, ഈസ്റ്റ് ഒറ്റപ്പാലം, കണിയമ്പുറം പാലങ്ങൾ. താഴെ പറയുന്ന 8 ഫ്ലൈ ഓവറുകൾക്കും 180 കോടി രൂപയും 4 അണ്ടർപാസേജുകൾക്ക് 40 കോടി രൂപയും അനുവദിക്കുന്നു. എടപ്പാൾ ഫ്ലൈ ഓവർ, ഉള്ളൂർ കുമാരപുരം ജംഗ്ഷനുകളിൽ, കണ്ണൂർ നഗരത്തിൽ മേലെ ചൊവ്വയിൽ സൗത്ത് ബസാർ ജംഗ്ഷനുകളിൽ, തൃശൂർ നഗരത്തിൽ കിഴക്കേക്കോട്ട കൊക്കാല ജംഗ്ഷനുകളിൽ, ഏറ്റുമാർ ഫ്ലൈ ഓവർ, പട്ടാമ്പി ബൈപ്പാസ്, പട്ടാമ്പി ബൈപ്പാസ്, പട്ടാമ്പി ടൗൺ റെയിൽവേ അണ്ടർപാസേജ്, പട്ടം പേരുക്കുട ജംഗ്ഷനിൽ അണ്ടർപാസേജ്, ഓച്ചിറ അണ്ടർപാസേജ്. 17 ബൈപ്പാസുകൾക്ക് 385 കോടി രൂപ അനുവദിക്കുന്നു. മക്കരപ്പറമ്പ്, നിലമ്പൂർ, കൊടുവായൂർ, നെന്മാറ, പന്തളം, മൂവാറ്റുപുഴ, കാഞ്ഞിരപ്പള്ളി, കാസർഗോഡ് ഒരിടം പാലം, ഉഴവൂർ, കുറ്റ്യാടി, ചേലക്കര, പേരാമ്പ്ര, ആറ്റിങ്ങൽ, ഒറ്റപ്പാലം, അങ്കമാലി, കീച്ചേരി എന്നിവയാണ് ബൈപ്പാസുകൾ. 2800 കോടിയുടെ 137 റോഡുകൾ അനുവദിക്കുകയാണ്. സർ, ഞാൻ ആ റോഡുകളുടെ പേരുകൾ 137 വായിക്കാൻ ഒരുമ്പെടുന്നില്ല. എന്നാലും നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും റോഡുകൾ പരമാവധി ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 14 റെയിൽവേ മേൽപ്പാലങ്ങൾ അനുവദിക്കുകയാണ്. ചേളാരി ചട്ടിപ്പാടി, ഗുരുവായൂർ കിഴക്കേനട, അകത്തേത്ര നടക്കാവ്, പുറയാർ, കരിയന്നൂർ, ചിറങ്ങര, വടുതല, ഇടവ, കുണ്ടറ, വാടാനക്കുറിശി, മാളിയേക്കൽ, പുതുക്കാട് റെയിൽവേ മേൽപ്പാലം, ചിറയൻകീഴ്, അറ്റ്ലാന്റിസ്. ഈ 14 റെയിൽവേ മേൽപ്പാലങ്ങൾക്കായി 295 കോടി രൂപയാണ്. അങ്ങനെ മൊത്തം 5000 കോടി രൂപ മാന്യവിരുദ്ധ പാക്കേജിൽ പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടിയിട്ട് വകയിരുത്തുക. സർ, ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ MLA-മാരുടെ അസറ്റ് ഫണ്ട് വളരെ ഉപകാരപ്രദമാണ്. സംസ്ഥാന സർക്കാർ നേരിട്ട് ബഡ്ജറ്റിൽ ഒരു 10 കോടിയേക്കാൾ കൂടുതൽ വരുന്ന പ്രൊജക്റ്റുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ നാട്ടിൽ ചെറുകിട പ്രൊജക്റ്റുകൾ പലതും ചെയ്യാനുണ്ടാവും. അതിന് ഏറ്റവും സഹായകരമാണ് ഈ അസറ്റ് ഫണ്ട് എന്നുള്ളതിനാൽ അത് ആ പദ്ധതി തുടരും. അസറ്റ് ഫണ്ട് 5 കോടി രൂപ വീതം ഇതിനോടൊപ്പം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഏതായാലും 5 കോടിയിൽ താഴെയുള്ള പ്രൊജക്റ്റുകൾ മുകളിൽ എടുക്കത്തില്ല. അത് അസറ്റ് ഫണ്ടിന് ചെയ്തതാണ്. കൊച്ചി മെട്രോ, വിഴിഞ്ഞം ഹാർബർ, കണ്ണൂർ എയർപോർട്ട്, കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ, ഹിൽ ഹൈവേ, മൊബിലിറ്റി ഹബ്ബ്, സബർബൻ റെയിൽ കോറിഡോർ, നിലവിലുള്ള വൻകിട പാർക്കുകളുടെ നിർമ്മാണം തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് എന്ന ശീർഷകത്തിൽ വകയിരുത്തിയിട്ടുള്ള 2536 കോടി രൂപ ഉപയോഗപ്പെടുത്തുന്നതാണ്. റെയിൽവേ ശാസ്ത്രീയമായ ഒരു ഗതാഗത ഘടനയിലേക്ക് കേരളം മാറണമെങ്കിൽ ദ്രുതഗതിയിലുള്ള വികസനം അനിവാര്യമാണ്. ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ നിർമ്മാണം കൊച്ചി മെട്രോയാണ്. ഇതിനാവശ്യമായ പണം തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിനുള്ള വകയിരുത്തലുണ്ട്. കേരള ഹൈസ്പീഡ് റെയിൽ കോറിഡോറിനുള്ള DPR തയ്യാറായിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി അതിൻ്റെ അലൈൻമെന്റ് പുനഃനിശ്ചയിക്കേണ്ടതുണ്ട്. ഇതുപോലെ നിലവിലുള്ള റെയിൽപാതയോട് സമാന്തരമായി കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ടാണെങ്കിലും പുതിയൊരു അലൈൻമെന്റിനെ കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. ഈ ധനകാര്യ വർഷത്തിനുള്ളിൽ തന്നെ പഠനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ അനുവദിക്കുന്നു.